അപ്പോ ഈ ഭരണി നാളുകളിൽ സാധാരണ ദിവസത്തെ പോലെയല്ല, ഭരണി നാളുകളിൽ ചെയ്യേണ്ടതായിട്ടുള്ള വേറെ കുറച്ച് പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട്. എത്ര പേര് ആ ദിവസങ്ങളിൽ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മയെ പരിക്കൊക്കെ പറ്റിയതല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഭേദപ്പെട്ട് വരുന്നുണ്ടോ എന്നൊക്കെ. യുദ്ധത്തിൽ പങ്കെടുത്ത് സ്വന്തം രക്തം സമർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാവർക്കും പറ്റില്ലല്ലോ, അത് കോമരങ്ങൾക്കല്ലേ പറ്റൂ. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കൊടുങ്ങല്ലൂർ കാവിലെ ഭരണിയോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനു മുൻപ് മറ്റൊരു കാര്യം ഞാൻ പറയാം. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പോയിട്ട് അവിടുത്തെ മൂർത്തിയോട് നമ്മുടെ ദുരിതങ്ങൾ പറയും, ദുഃഖങ്ങൾ പറയും. ദോഷം നാണയത്തിലോ നാളികേരത്തിലോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദ്രവ്യങ്ങളിലോ ഒഴിഞ്ഞ് അവിടെ സമർപ്പിക്കും. ഒപ്പം നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ എണ്ണി എണ്ണി പറയും. ഈ ആവശ്യങ്ങൾ പറയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഒരു ഉപാസകന് ആവശ്യങ്ങൾ പറയാൻ അവകാശമില്ലാട്ടോ. യഥാർത്ഥത്തില് ഒരു ഉപാസകൻ അയാളുടെ ഉപാസനാമൂർത്തി അറിഞ്ഞു നൽകുന്നത് എന്താണോ അത് സ്വീകരിച്ച് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് രീതി. ഏതായാലും നമ്മളൊക്കെ ഒത്തിരി ആവശ്യങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയുള്ള സാധാരണ മനുഷ്യരാണല്ലോ. അപ്പോ പറഞ്ഞു വന്നത്, ഒരു ക്ഷേത്രത്തിലെ മഹോത്സവം അല്ലെങ്കിൽ ഉത്സവം അല്ലെങ്കിൽ താലപ്പൊലി അതുമല്ലെങ്കിൽ ആറാട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ്. അത്തരം ദിവസങ്ങളിൽ നമ്മൾ അവരെ പരമാവധി സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരാളുടെ പിറന്നാളാണെന്ന് വിചാരിക്കുക, ആ ദിവസം നമ്മൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. അല്ലാതെ കേക്ക് മുറിക്കുന്ന സമയത്ത് പോയി കാശ് കടം ചോദിക്കോ? അതേപോലെ തന്നെയാണ് മൂർത്തികളും. ഇനി കൊടുങ്ങല്ലൂർ കാവിലെ കാര്യം നമുക്കെടുക്കാം. അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അമ്മ ദാരികനുമായിട്ടുള്ള യുദ്ധത്തിലാണ്. ഇനി രേവതി നാളെടുക്കുക, അന്ന് അമ്മ യുദ്ധം ജയിക്കുന്നു. ഇനി അശ്വതി നാളിൽ എന്താ സംഭവിക്കുന്നത്? അമ്മയ്ക്കുള്ള മരുന്ന് പാലക്കാവേലൻ കൊണ്ടുവരുമ്പോൾ അത് അടികൾമാര് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭരണി നാളിലോ അമ്മയ്ക്കുള്ള ഔഷധം, അതായത് വരിയരി പായസം ആണ് നേദിക്കുന്നത്. അപ്പോ ഈ ഭരണി നാളുകളിൽ നമ്മൾ കൊടുങ്ങല്ലൂരിൽ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത്, കുംഭഭരണിക്ക് കൊടിയേറിക്കഴിഞ്ഞാൽ ആൽമരങ്ങളിൽ കൊടിക്കൂറകൾ കെട്ടാം. അമ്മയുടെ യുദ്ധഭൂമി അലങ്കരിക്കുന്നതിന് സമാനമാണത്. പിന്നെ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കോഴിക്കല്ലിൽ കോഴിയെ സമർപ്പിക്കാം. പണ്ടൊക്കെ കോഴിയെ ബലിയാണ് നൽകിയിരുന്നത് കേട്ടോ. ഒപ്പം ചുവന്ന പട്ട് വാങ്ങി കോഴിക്കല്ല് മൂടാം. പിന്നെ മച്ചിലമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് കൊടുങ്ങല്ലൂർ കാവില്. അതായത് പുറത്തൂടെ മഹാദേവന്റെ നടയുടെയും നിവേദ്യ കൗണ്ടറിന്റെയും മധ്യത്തിലായിട്ട് മുകളിൽ ഒരു മേൽക്കൂര കാണാൻ പറ്റും. അവിടെ എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കാറുണ്ട്. അവിടുത്തെ സങ്കല്പമൊക്കെ നമുക്ക് പിന്നെ പറയാട്ടോ. അപ്പോ ഭരണിക്ക് നമുക്ക് അവിടെ കോഴിയെ സമർപ്പിക്കാം, നാളികേരം, കുരുമുളക്, നാണയങ്ങൾ ഇതൊക്കെ സമർപ്പിക്കാം. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാന സമർപ്പണം എന്നുള്ളത് അമ്മയുടെ പടയാളികളായി യുദ്ധത്തിൽ പങ്കെടുത്ത് സ്വന്തം രക്തം സമർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാവർക്കും പറ്റില്ലല്ലോ, അത് കോമരങ്ങൾക്കല്ലേ പറ്റൂ. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് കോമരങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാം. അതായത് വെള്ളം, ഭക്ഷണം ഇതൊക്കെ ഈ കോമരങ്ങൾക്ക് നൽകിയാൽ അമ്മയ്ക്ക് അതും ഏറ്റവും പ്രിയമായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭക്തരോടായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കാം. ഭരണിക്ക് 7 ദിവസത്തേക്ക് നടയടയ്ക്കും. അന്നൊക്കെ അവിടെ യാമപൂജകളൊക്കെ നടക്കുന്നുമുണ്ടാവും. അമ്മയുടെ പരിക്കുകൾ ഭേദപ്പെടുത്താനുള്ള ചികിത്സയും വിശ്രമവും എന്നാണ് സങ്കല്പം. ഇതില് അമ്മയുടെ ഭക്തരിൽ എത്ര പേര് ആ ദിവസങ്ങളിൽ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മേ പരിക്കൊക്കെ പറ്റിയതല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഭേദപ്പെട്ട് വരുന്നുണ്ടോ എന്നൊക്കെ. എന്നാൽ ദേവതാ സങ്കല്പമാണെങ്കിൽ നമ്മൾ അതും ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ നട തുറക്കുന്ന ദിവസം അമ്മ വീണ്ടും പൂർണ്ണ ആരോഗ്യവതിയായി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ പരാധീനതകളുടെ കെട്ടഴിക്കാനല്ല വരേണ്ടത്. അപ്പോൾ നന്ദി, നമസ്കാരം.